മുഖ്യമന്ത്രിയുടെ തൊഴുത്തും മുഖ്യമന്ത്രിയുടെ മരുമകന്റെ അടുക്കളയുമൊക്കെ വാർത്തകളിൽ നിറയുകയാണ്. ഇപ്പോൾ അടുക്കള നവീകരണവും ഊരാളുങ്കലിന് നൽകുന്നു. ചെലവ് 96 ലക്ഷം. റിയാസിന്റെ ആവശ്യത്തിന് പച്ചക്കൊടി കാണിക്കുകയാണ് KN ബാലഗോപാൽ. മുഖ്യമന്ത്രിയും മരുമകനും എന്താവശ്യപ്പെട്ടാലും പണം അനുവദിക്കുന്ന ധനമന്ത്രിയാണ് KN ബാലഗോപാൽ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിന് ബാധകമല്ല താനും. റിയാസ് ആവശ്യപ്പെട്ടതോടെ അടുക്കള നവീകരിക്കാൻ ബാലഗോപാൽ നൽകിയത് 95.7 ലക്ഷം രൂപയും. സർക്കാർ അതിഥി മന്ദിരമായ രാമനിലയത്തിന്റെ അടുക്കള നവീകരണവും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അടുക്കള നവീകരണത്തിന്റെ ചെലവ് 96 ലക്ഷം രൂപ. ധനമന്ത്രി KN ബാലഗോപാൽ പണം അനുവദിക്കാൻ അനുമതി നൽകിയതോടെ ടൂറിസം വകുപ്പിൽ നിന്ന് അടുക്കള നവീകരണത്തിന് ഈ മാസം 11-ന് ഉത്തരവും ഇറങ്ങി. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തുക ഇനിയും ഉയരുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതേസമയം കുറച്ചധികം കാലമായി ഊരാളുങ്കലിനെ ഊട്ടി വളർത്തുന്ന തരത്തിലാണോ സർക്കാരിന്റെ നടപടിയെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കേരളത്തിലെ സർക്കാർ നിർമ്മാണ പ്രവർത്തികളുടെ 90% ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിനാണ് ലഭിക്കാറുള്ളത്. പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം 10,000 കോടിക്ക് മുകളിലുള്ള പ്രവർത്തികളാണ് ഊരാളുങ്കലിന് ലഭിച്ചത്. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം മുതൽ സെക്രട്ടേറിയറ്റിലെ നിർമ്മാണ പ്രവർത്തനവും വിവിധ സർക്കാർ പ്രോജക്റ്റുകളും എല്ലാം ഊരാളുങ്കലിനാണ് നൽകിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ശ്രീനാരായണ സമുച്ചയത്തിൽ തുടർ നടത്തിപ്പ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പരിചയസമ്പന്നരായ ഒരു ഏജൻസി ഏൽപ്പിച്ച് വർഷം മുഴുവനും ശ്രീനാരായണ സമുച്ചയത്തിന്റെ പരിപാടികൾ നടത്തി. അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് പറയുന്ന ഉത്തരവിൽ ഊരാളുങ്കലിനെ ഉദാഹരിച്ചത് തന്നെ സംശയാസ്പദമായി തുടരുകയാണ്. അതിനോടൊപ്പമാണ് അടുത്ത അടുക്കള നവീകരണ കരാറും ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്ന നിലപാടുണ്ടായിരിക്കുന്നത്. ഊരാളുങ്കലിന്റെ ജീവാത്മാവും പരമാത്മാവും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം തന്നെയാണ്. കേരളത്തിൽ ഇന്ന് സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗത്തിന്റെയും ചുമതല ലഭിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. ടെൻഡറില്ലാതെ തന്നെ കോടികളുടെ പ്രവർത്തികൾ മുഖ്യമന്ത്രി ഊരാളുങ്കലിന് നൽകി കഴിഞ്ഞു. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വഴി കോടികളുടെ പ്രവൃത്തി നിയമസഭയിലും ഊരാളുങ്കലിന് ലഭിച്ചിരുന്നു. പിണറായി മുഖ്യമന്ത്രിയായ ശേഷം 6511.7 കോടി രൂപയുടെ പ്രവൃത്തികൾ ഊരാളുങ്കലിന് നൽകിയെന്നാണ് സഹകരണ മന്ത്രി VN വാസവൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയത്. പിണറായിയുടെ കാലത്ത് 4681 സർക്കാർ പൊതുമേഖലാ പ്രവർത്തികൾ ഊരാളുങ്കലിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 3613 പ്രവർത്തികളും ടെൻഡർ കൂടാതെയാണ് ഊരാളുങ്കലിന് ലഭിച്ചത്. സഹകരണ സംഘങ്ങൾ നൽകുന്നതിനേക്കാൾ 1% അധിക പലിശ നിരക്കിൽ സ്ഥിര നിക്ഷേപം സ്വീകരിക്കാനും ഊരാളുങ്കലിന് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. ഒരു വർഷത്തിൽ കൂടുതൽ കാലയളവിൽ സ്വീകരിക്കുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്ക് സാധാരണ പൗരന്മാർക്ക് 8.5%, മുതിർന്ന പൗരന്മാർക്ക് 9% നിരക്കിലും ഊരാളുങ്കൽ പലിശ നൽകും. 2023 ഫെബ്രുവരി 28 മുതൽ 2255.37 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം ഊരാളുങ്കലിലുണ്ട്. ശ്രീരാമകൃഷ്ണന്റെ മകൾ മുതൽ CPM-ന്റെ 100 കണക്കിന് വിശ്വസ്തർ വരെ ജോലി ചെയ്യുന്നതും ഊരാളുങ്കൽ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കസേരയിൽ തുടർന്നാൽ ഭാവിയിൽ സെക്രട്ടേറിയറ്റിന്റെ നടത്തിപ്പ് പോലും ഊരാളുങ്കലിനെ ഏൽപ്പിച്ചേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.